Hi friends, I am going to make a chicken recipe. Chicken thoran. We will make chicken pira and we will make a recipe. Chicken masala variety try try tasty this curry chapati, porota, bread, and this combination best. Now, we will video. Chicken thoran thayarakkan njan 1 kilo ellulla piece inde chicken edutittulladu namukku boneless ആയി എടുക്കാൻ കുഴപ്പമില്ല നല്ലോണം വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 5-10 വെളുത്തുള്ളിയുടെ അല്ലി 10 പച്ചമുളക് ഒരു 2 തക്കാളി ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ സവോള വേണം കറി ലീവ്സ് കുറച്ച് അധികം വേണം കറിവേപ്പില എത്ര കൂടുതൽ ഇടുന്ന അത്ര ടേസ്റ്റ് വരും നമ്മളുടെ ഈ കറിക്ക് പിന്നെ നമുക്ക് തേങ്ങ വേണം ചിരിയത് ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് ശ്രദ്ധിച്ചോളൂ അപ്പോഴാണ് കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കറിയല്ല തോരന് ഓണിയൻ ആയാലും ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് കറി ലീവ്സ് കുറച്ചധികം തന്നെ എടുക്കണം ശ്രദ്ധിക്കണം അപ്പോൾ തോരൻ തയ്യാറാക്കാൻ ഞാനിവിടെ വലിയ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുത്തോളാം അതിലേക്ക് ഞാൻ ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രമാണോ കുക്ക് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യേണ്ടത് ആ പാത്രത്തിൽ ഞാൻ ആദ്യം കട്ട് ചെയ്ത ഓണിയൻ ആഡ് ചെയ്തു നമുക്ക് ഇതിലത്തെ ഓരോന്നും ആദ്യം പച്ചമുളക് ഞാൻ നടുവ് കീറിയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം ഒരു 10 പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരുന്നോളൂ അത്യാവശ്യം എരിവാണെങ്കിൽ കറിക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ആഡ് ചെയ്തു പിന്നെ തക്കാളി ഞാൻ 2 മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ 2 വലിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില എത്രയും ഇടുന്ന അത്ര ടേസ്റ്റ് കൂടുതലുള്ളൂ നമ്മളുടെ ഈ തോരന് അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പിന്റെ മെഷർമെന്റ് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കൂടരുത് കുറഞ്ഞാൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ അതിൽ ആഡ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റാം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കോക്കനട്ട് ഓയിലിന്റെ ഫ്ലേവർ എപ്പോഴും നാടൻ കറിക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചോളാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില അതിൻ്റെയൊക്കെ ഫ്ലേവർ എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാനിപ്പോൾ നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ പീസ് എടുക്കുമ്പോൾ അത്ര വലുതായിട്ട് കട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത് അപ്പോൾ ചിക്കൻ്റെ കുക്കിംഗ് ടൈം കുറച്ചധികം വരും അപ്പോൾ ഞാനൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതുപോലെ എല്ലുള്ള പീസാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ തോരന് അപ്പോൾ മാക്സിമം എല്ലുള്ള പീസ് ആയാൽ നല്ലത് അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടിയും കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് ആ ചിക്കനിക്കൊക്കെ ഈ ഫ്ലേവർ ഇറങ്ങണം അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യേണ്ട 5 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോളൂ ഈ സമയത്ത് ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചിക്കൻ ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ലാസ്റ്റ് തോരനായി വരുമ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവ് തോന്നും നമുക്ക് അപ്പോൾ കൂടാതെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്തോളാം അപ്പോൾ നല്ല പോലെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ പറ്റിയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തു ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു കണ്ടോ ഇപ്പോൾ ഇതിൽ വെള്ളം നല്ലോണം വന്നിട്ട് നമ്മളിതിൽ തീരെ വെള്ളം ഒഴിച്ചിരുന്നില്ല അപ്പോൾ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടപ്പോൾ വേവിച്ചപ്പോൾ ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങി ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് അപ്പോൾ അത് അടി പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളമൊക്കെ വന്നു തുടങ്ങും ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഈ ചിക്കനൊക്കെ നല്ലപോലെ കുക്കാന്ന് വേവിക്കണം അപ്പോൾ ഞാൻ അടുപ്പത്ത് ചിക്കൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേറെ അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചെറിയത് ഞാനിവിടെ 2 കപ്പിന് അതായത് 1.5 മുറിക്കുണ്ടാവും ഏകദേശം
തേങ്ങ ചിരത് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും തേങ്ങ ചിരത് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികം തന്നെ ആഡ് ചെയ്തുള്ളൂ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. എത്ര ആഡ് ചെയ്യുന്ന അത്രയും ടേസ്റ്റ്. ഞാനിവിടെ 2 കപ്പാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2.5 കപ്പായാലും കുഴപ്പമില്ല. ഇപ്പൊ കുറവാണെങ്കിൽ 1 കപ്പായാലും വലിയ കുഴപ്പമില്ല. പക്ഷെ എത്ര കൂടുതൽ ആഡ് ചെയ്യുന്ന അത്രയും നല്ലത്. അപ്പോൾ ഈ തേങ്ങ നമുക്കിനി നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ അതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മറ്റേ അടുപ്പത്ത് ചിക്കൻ്റെ ഏകദേശം ഇങ്ങനെ തിളച്ച് വെള്ളം വറ്റിയിട്ടില്ല, പകുതി വെവായിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്തിരി ഒരു 1/4 ഗ്ലാസ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്നുകൂടി മൂടിച്ചിട്ട് അത് വേവിക്കാം. തേങ്ങ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കരിയും. അപ്പോൾ ഇത് പല സൈസിലായ തേങ്ങ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാം ഈ ഒരു കളർ വരെ വരും. നല്ല പോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യണം. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കുറവ് മതിയവർക്ക് അര ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ അതിലൊരു 10 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ 2ൻ്റെയും ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ചിക്കൻ ഇളക്കി കൊടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ കണ്ട ഏകദേശം വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരു 90% വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലപോലെ ചിക്കൻ വെന്തിട്ടുണ്ട്. എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിട്ട് വേവിച്ചോളൂ. ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ വെവില്ല, അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിയിട്ട് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. കണ്ടില്ല, ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ കോക്കനട്ട് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിക്ക് കുറച്ച് ടൈം എടുക്കുക. ഈ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കേണ്ട മാത്രമാണ്, ബാക്കിയെല്ലാം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ കറിവേപ്പില ഞാൻ 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും പറ്റുമെങ്കിൽ ആഡ് ചെയ്തോളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ നാടൻ കറി ആയതുകൊണ്ട് കറിവേപ്പിലയുടെ സ്മെല്ലാണ് ഏറ്റവും ഹൈലൈറ്റ് വേണ്ടത്. അപ്പോൾ കറിവേപ്പില എപ്പോഴും ആഡ് ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ചിക്കൻ്റെ മാംസം ആ എല്ലുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ വേവിക്കാൻ പാടുള്ളൂ. ഞാൻ ഇങ്ങനെ അതിലേക്ക് 1 തണ്ട് കൂടിയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് കിട്ടും. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം ഡ്രൈ ആവണ വരെ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇടയ്ക്ക്. അപ്പോൾ ആ മാംസമൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും, കട്ടകളായി നിൽക്കുന്നൊക്കെ ഉടഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കട്ടകൾ ഇഷ്ടമാണെങ്കിൽ ചിക്കൻ അധികം ഇത്രയ്ക്ക് ഉടയണമെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ തോരനാകുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ നല്ല മാംസമുള്ള പീസ് ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ കണ്ടില്ല, ഇതേപോലെ എല്ലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറി വന്നു. അതൊക്കെ ഒന്ന് മാറ്റിക്കാം. നിർബന്ധമൊന്നുമില്ല മാറ്റിക്കണം, നമുക്ക് വേണമെങ്കിൽ മാറ്റിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് കഴിക്കുന്ന സമയത്തായാലും മാറ്റിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലത്തെ എല്ലുകളൊക്കെ ഇങ്ങനെ മാറ്റിക്കുന്നുണ്ട് ഓരോന്ന്. ആ സമയത്ത് മാറ്റിച്ച് പോയി കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഒരു തടസ്സമില്ലല്ലോ, പെട്ടെന്ന് കഴിച്ചു പോകാലോ. അപ്പോൾ ഞാൻ എല്ലാ എല്ലും ഇതേപോലെ ഒരു വലിയ എല്ലുകളൊക്കെ ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പൊടി എല്ലുകളൊക്കെ അതിൽ കിടന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും 2 തണ്ട് വേപ്പില. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വേപ്പില എന്തോരം ഞാൻ ആഡ് ചെയ്തത്. അപ്പൊ എത്രയും ടേസ്റ്റ് കിട്ടും നമ്മളുടെ ഈ തോരന്. അതുപോലെ ലാസ്റ്റ് ഒരു 2 ടീസ്പൂൺ കൂടി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കോക്കനട്ട് ഓയിൽ കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട്. നാടൻ കറിക്ക് എപ്പോഴും നല്ല ടേസ്റ്റിന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടോ പേടിയുള്ളവർക്കാണെങ്കിൽ ഇത്രയ്ക്കൊന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇത് വേവിക്കുമ്പോൾ, പിന്നെ ലാസ്റ്റും കൂടി 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ തോരൻ അല്ലെങ്കിൽ ചിക്കൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യാൻ മതി. അപ്പോൾ നമ്മളുടെ ചിക്കൻ തോരൻ അഥവാ ചിക്കൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമല്ല നമുക്ക് തയ്യാറാക്കാൻ. എന്നും ഈ മസാലയൊക്കെ ഇട്ടുള്ള ചിക്കനൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കൂടി ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. ചോറ്, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്. പിന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫില്ലിങ്സ് ആയില്ലേ, അല്ലെങ്കിൽ ചിക്കൻ റോള്, ആ ഒരു ഫില്ലിങ്സ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇത്തിരി സ്പൈസി തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പൈസി അല്ലാതെയും കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടുണ്ടാക്കാം.
പക്ഷെ ബാച്ചിലേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി സ്പൈസ് ലെവൽ കൂട്ടിക്ക് തന്നെ ചെയ്തോളൂ, അതാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു ചിക്കൻ തോരൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും കമൻസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.